നമുക്ക് 8 ദിക്കുകളുണ്ട്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, 4 മൂലകൾ. വടക്ക് കിഴക്ക് ഈശാനകോണ്, തെക്ക് കിഴക്ക് അഗ്നികോണ്, തെക്ക് പടിഞ്ഞാറ് കന്നിമൂല, വടക്ക് പടിഞ്ഞാറ് വായുകോണ്. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കായി പലപ്പോഴും കാണുന്നത് കന്നിമൂലയാണ്. പക്ഷേ കന്നിമൂലയേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു ദിക്കുണ്ട്, അത് ഈശാനകോണാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ചെന്നു, ആ വീടിൻ്റെ അവസ്ഥ എന്താണ്, ആ വീടിൻ്റെ ഗുണവും ദോഷവും എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നേരെ ആ വീടിൻ്റെ ഈശാനകോണിലേക്ക് പോവുക. ആ വീടിൻ്റെ ഈശാനകോണ് അല്ലെങ്കിൽ വടക്ക് കിഴക്കെന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗം ഇവർ ഏത് രീതിയിലാണോ അവിടെ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യുന്നത്, ആ രീതി ആയിരിക്കും അവരുടെ അഭിവൃദ്ധി. അത്രയും പ്രാധാന്യമുണ്ട് ഇത്. ഒരു വീട്ടിലേക്കുള്ള ഊർജം കടന്നു വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതിയും പാടില്ല. ഈശാനകോണം അടച്ചുകൊണ്ട് നമ്മൾ എന്ത് നിർമ്മിതി ചെയ്താലും അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കടന്നു ചെല്ലും. ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു വീട് കൺസൾട്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് അവർക്ക് കിഴക്ക് വശമാണ് അവരുടെ വീടിൻ്റെ ദർശനം, അവർക്ക് അവിടെ ഒരു ഷോപ്പ് പണിയണം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഈശാനകോണിൽ പണിയട്ടോന്ന്. ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഈശാനകോണിൽ പണിയരുത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അഗ്നികോണിലേക്ക് പണിഞ്ഞു, പക്ഷെ ഒരു കാരണവശാലും ഈശാനകോണിൽ പണിയരുത്. അങ്ങനെ ഈ വീട്ടുകാർ എന്നെ വിളിച്ച കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഈ പ്രശ്നം വന്നത് എന്ത് കാര്യം കൊണ്ടാണെന്ന് ഇവർക്കൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചത്. കാരണം അവർ ഓൾറെഡി അഡ്വാൻസ് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ എല്ലാം നോക്കി മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കെട്ടിടം വന്നതാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ ഈശാനകോണം അടഞ്ഞ് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പാടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വീട്ടിൽ പോയപ്പോഴത്തേക്ക് കുറച്ച് വയസ്സായിട്ടുള്ളൊരു അമ്മയാണ്. അവർ കാലിലൊക്കെ നല്ല നീരുണ്ട്. അവർ എന്നെ കൺസൾട്ടിങ്ങിന് ഫോണിൽ കൂടെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. ഇവർ എന്നെ ആ ഗേറ്റിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് എനിക്ക് ഇന്നും ഓർക്കുന്നുണ്ട്. ഇവർ മുടന്തിയാണ് വരുന്നത്. കാല് കംപ്ലീറ്റ് നീരും ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ വന്ന് ഞാൻ ആ വീട് കംപ്ലീറ്റ് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവരുടെ വീടിൻ്റെ ഈശാനകോണിൽ ഒരു പഴയ ബിൽഡിംഗ് നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് തേങ്ങയും മറ്റൊക്കെ വാരി ഇടാനായിട്ടുള്ള ഒരു റൂമായിട്ടാണ് അതിനെടുത്താക്കുന്നത്. ഒരു ഓടിട്ടൊരു പഴയ കെട്ടിടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഈശാനകോണിലാണ് ഇത് നിൽക്കുന്നത്, അപ്പോൾ ഇതിവിടെ നല്ലതല്ല, ഇതിനൊന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ അങ്ങനെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് അതൊന്ന് ഒഴിവാക്കി ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഫംഗ്ഷയുടെ കുറച്ച് ടൂൾസ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ദിവസം ഞാൻ ഇതുവഴി വരുമ്പോൾ അത് ചെയ്യാം. അങ്ങനെ ഞാൻ ആ ഒരു 2 ആഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ അതുവഴി പോയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി വന്ന് എന്നെ സ്വീകരിച്ചത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശാനകോണിലുള്ള ഈ ഒരു ബിൽഡിങ് ഇവർ പൊളിച്ചു കളഞ്ഞു. അതിനകത്ത് വെച്ച് തന്നെ ഇവർക്ക് ഒത്തിരി മാറ്റങ്ങൾ അവരിലേക്കുണ്ടായി. അവരുടെ അസുഖത്തിന് പോലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായി. ആ കാലിൻ്റെ നീരെല്ലാം മാറി ഒത്തിരി വ്യത്യാസം ഇവരിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഈശാനകോണിൽ ഒരു തരത്തിലുള്ള നിർമ്മിതിയും പാടില്ല. വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികൾ, മരങ്ങൾ ഇവ ഒന്നും ഈശാനകോണിൽ പാടില്ല. ഈശാനകോൺ എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുക. ഈശാനകോണിലുള്ള ഏതൊരു ബുദ്ധിമുട്ടും നമ്മുടെ കഴുത്തിന് മുകളിലോട്ടുള്ള തൈറോയിഡ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും തലവേദനകൾക്കും മൈഗ്രെയിനും ഒക്കെ ഇത് കാരണമാവും. എന്തിനു പറയുന്നു, നമ്മുടെ ബുദ്ധി പോലും ശരിക്കും വർക്ക് ചെയ്യത്തില്ല. നിങ്ങളൊരു പുതിയ വീട് വയ്ക്കുന്ന ഒരു പാർട്ടിയാണെന്ന് വെച്ചോ, നിങ്ങളുടെ വീട് പണിയിൽ നിങ്ങളുടെ ഈശാനകോണിൽ നിങ്ങൾ വെയിറ്റ് ഇറക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീടിന്റെ പണി വരെ സ്തംഭിക്കാനായിട്ട് അത് കാരണമാവും. അതുപോലെ തന്നെ ഒരു വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്, ആ വീട് കുറച്ച് നാളായിട്ട് പണി നടക്കുന്നില്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈശാനകോണിൽ അവരൊരു ഷെഡ് കെട്ടിയിട്ട് അവിടെ സിമന്റ് കൊണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഹെവി വെയിറ്റ് അവിടെ ഇരിക്കുക. പണിക്കാർ വരുന്നില്ല, പല കാരണങ്ങളെ പണി മുന്നോട്ട് പോകുന്നില്ല. ഒരു കാരണവശാലും ഈശാനകോണിൽ നിങ്ങൾ വെയിറ്റ് കയറ്റരുത്. അത് പുതിയ വീടായാലും പഴയ വീടായാലും പണി നടക്കുന്ന സ്ഥലമായാലും ഈശാനകോൺ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വയ്ക്കാനോ മറയ്ക്കാനോ മറ്റ് നിർമ്മിതികളോ ഒന്നും ഇവിടെ പാടില്ല. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിൽ വേണം അതിനെ ക്രമീകരിക്കാൻ. ചിലരൊരു കാര്യം ചെയ്യുന്നുണ്ട്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 5 അടി ഹൈറ്റിൽ മതിൽ കെട്ടി, ഈ ഈശാനകോണിൽ ഒരു 7-8 അടി ഹൈറ്റിൽ മതിൽ കെട്ടി. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ഇവിടെ ഇങ്ങനെ ചെയ്തത്? അത് അപ്പുറത്തെ വീട്ടുകാർ വലിയ ശല്യമാണ്, അവിടെ നിന്ന് ഇങ്ങനെ നോക്കി അടിക്കുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് ആ മതിൽ പൊക്കി കെട്ടി. ഒരിക്കലും അത് പാടില്ല. മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ ഈശാനകോണിലെ മതിൽ പൊക്കി കെട്ടാനായിട്ട് പാടില്ല. അപ്പോൾ ഫംഗ്ഷനിൽ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇത് ചിൽഡ്രൻസ് ബുദ്ധയാണ്. കുട്ടികളില്ലാത്ത കപ്പിൾസിന് വേണ്ടിയിട്ട് ഇത് ബെസ്റ്റ് ഡയറക്ഷൻസിൽ സൂക്ഷിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. 8 ദിക്കുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ബാക്വ മിറർ. പ്രധാന ഡോറിൻ്റെ മുകളിലായിട്ട് ഇതിനെ സ്ഥാപിക്കാവുന്നതാണ്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോക്സിൻ്റെ സിമ്പിൾസും കൂടെ വയ്ക്കാവുന്നത് ഏറ്റവും നല്ലതാണ്.
ഇത് മിറർ സെന്ററിൽ ഇരിക്കുകയും ഈ ഫ്യൂഡ് ബോക്സ് ലെഫ്റ്റും റൈറ്റുമായിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അവിടെ സ്ഥാപിക്കാവുന്നതാണ്. അടുത്തത് പഗോഡ ടവർ ആണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് പഗോഡ ടവർ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊരു ഡ്രാഗൺ ഗേറ്റ് ആണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും ഡ്രാഗൺ ഗേറ്റ് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.